അങ്ങനെ പാലക്കാട് എല്ലാ ബൂത്തുകളിലും വോട്ടെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യ മണിക്കൂറിലെ പോളിംഗ് ശതമാനം വന്നിട്ടുണ്ട്. 1.11% ആദ്യ മണിക്കൂറിലെ പോളിംഗ്. രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമാണ്. NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ, CPM നേതാവ് NN കൃഷ്ണദാസ്, ഷാഫി പറമ്പിൽ MP, സുൽത്താൻപേട്ട രൂപത ബിഷപ്പ് ഡോക്ടർ പീറ്റർ അബീർ എന്നിവർ വിവിധ പോളിംഗ് ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. ആൽവിൻ തോമസ് ഉണ്ട്. ആൽവിൻ, എങ്ങനെയാണ് 8 മണിയിലേക്ക് അടുക്കുമ്പോൾ കാഴ്ചകൾ? സേതുലക്ഷ്മി, ഈ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് 1,94,000-ഓളം വോട്ടർമാർ വരുന്ന പാലക്കാട് മണ്ഡലത്തിലെ ആദ്യ മണിക്കൂറിലെ വോട്ടെടുപ്പിൽ 1% വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. 1.11 നിലയിലാണ് വോട്ടിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വരുന്ന മണിക്കൂറുകളിലും ഈ വോട്ടിംഗ് ശതമാനം കൂടും എന്നുള്ളതാണ് നമുക്ക് ഈ കാഴ്ചകളിൽ നിന്ന് വ്യക്തമാകുന്നത്. നമുക്ക് കാണാവുന്നതുപോലെ വിവിധ ബൂത്തുകളിലും ഇത്തരം നീണ്ട ക്യൂ വളരെ ദൃശ്യമാണ്. സ്ത്രീകളായിട്ടുള്ള ആളുകളും പുരുഷന്മാരായിട്ടുള്ള ആളുകളുമൊക്കെയും ഈ ക്യൂവിൽ നിരന്നു നിൽക്കുന്നുണ്ട്. രാവിലെ 6:30 മണിയോടുകൂടി തന്നെ ഇവർ പലയിടങ്ങളിലും ബൂത്തുകളിലേക്ക് വോട്ടർമാർ എത്തുന്നു. വളരെ ക്രിയാത്മകമായി വോട്ടർമാർ ഈ ഉപതെരഞ്ഞെടുപ്പിനോട് പ്രതികരിക്കുന്നു എന്നുള്ളത് വേണം നമുക്ക് ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. വലിയ ആവേശത്തോടു കൂടി ഉണ്ടായിരുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. പാലക്കാടൻ ഉപതെരഞ്ഞെടുപ്പ് അങ്ങനെ എല്ലാ രാഷ്ട്രീയ കേന്ദ്രങ്ങളും ശ്രദ്ധേയകേന്ദ്രമാകുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ കാഴ്ചകൾ, ആദ്യ മണിക്കൂറുകളിലെ കാഴ്ചകളാണിത്. വോട്ടെടുപ്പ് തുടങ്ങിയ സമയം മുതൽ പല ബൂത്തുകളിലും നീണ്ട ക്യൂ ആണ് ഉള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് 93, 94 ബൂത്തുകളിലെ കാഴ്ചയാണ് ഉള്ളത്. 93-ാം ബൂത്തിൽ ഷാഫി പറമ്പിൽ MP അല്പം മുമ്പ് വോട്ട് രേഖപ്പെടുത്തി പുറത്തിറങ്ങി അദ്ദേഹം നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി. UDF സ്ഥാനാർത്ഥി രാവിലെ ഈ 93, 94 ബൂത്തുകളിലൊക്കെയും സന്ദർശനം നടത്തിയിരുന്നു. വലിയ ശുഭപ്രതീക്ഷയാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ പ്രമുഖരുടെ വോട്ട് രേഖപ്പെടുത്തൽ, അല്പം മുമ്പ് സേതു പറഞ്ഞതുപോലെ തന്നെ പ്രമുഖരൊക്കെയും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദ്യ മണിക്കൂറുകളിൽ തന്നെ എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. വരുന്ന മണിക്കൂറുകളിലും ഇത്തരം നീണ്ട നിര ഈ പോളിംഗ് ബൂത്തുകളിൽ ദൃശ്യമായാൽ അതൊരു വലിയ ചരിത്രത്തിലേക്ക് പോകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കാര്യം 2021-ൽ പോളിംഗ് ശതമാനം 75.44 എന്ന നിലയിലായിരുന്നു പോളിംഗ് ഉണ്ടായിരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അതിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് 2024-ൽ 70%. പോളിംഗ് പെർസെന്റേജ് ഇപ്പോൾ ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ 6.34 അതാണ് വളരെ ക്രിയാത്മകമായി. അതാണ് ഏറ്റവും ഒടുവിലെ കണക്ക്. അങ്ങനെയാണെങ്കിൽ 6.34 എന്ന നിലയിലേക്ക് പോളിംഗ് ശതമാനം ആദ്യ മണിക്കൂറിൽ എത്തുന്നുവെങ്കിൽ അത് വളരെ ശുഭപ്രതീക്ഷയാണ് മുന്നണികൾക്ക് നൽകുക. വലിയ തോതിൽ വോട്ടർമാർ ഈ വോട്ടെടുപ്പിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും രാവിലത്തെ ഒരു സമയം എന്ന് പറയുന്നത് നീണ്ട നിര ക്യൂവിൽ നമുക്ക് കാണാൻ കഴിയും. കാര്യം വരുന്ന മണിക്കൂറുകളിലൊക്കെയും വെയിലിൻ്റെ കാഠിന്യം കൂടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ മുമ്പേ 2 വോട്ടർമാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വെയിലിൻ്റെ കാഠിന്യം കൂടുമെന്നതുകൊണ്ട് തന്നെ നേരത്തെ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നു. വിവിധയിടങ്ങളിൽ ജോലി ചെയ്യേണ്ടവർ വന്ന് നേരത്തെ തന്നെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നു. അങ്ങനെയുള്ളവരൊക്കെയാണ് ഇപ്പോൾ ഈ വോട്ടർമാരുടെ ക്യൂവിൽ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. നമുക്ക് അവരോടൊക്കെ തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ആവേശം? നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു, കുഴപ്പമില്ല. ആദ്യ മണിക്കൂറിൽ തന്നെ വന്ന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അതെ അതെ, വർക്കിനൊക്കെ പോകേണ്ടവരാണ്. യുവ വോട്ടർ നമ്മളോടൊപ്പം ചേരുന്നു. അതെ, കുറച്ചായി നല്ല ആവേശത്തിലാണ് ഈ വോട്ടർമാർ. പിന്നെ രാവിലെ തന്നെ മാറി മറിയല്ലേ, UDF, LDF, BJP-ക്കാരാണെങ്കിലും ട്രെൻഡിനോടൊപ്പം. നല്ലതാണ്, നല്ല തെരഞ്ഞെടുപ്പാണ്, ആവശ്യമില്ലാത്തൊരു തെരഞ്ഞെടുപ്പ്. നന്നായി പോകുന്നു. ഉപതെരഞ്ഞെടുപ്പിനോട് വളരെ ക്രിയാത്മകമായി വിവിധ വിഷയങ്ങളൊക്കെ ഉന്നയിക്കുകയും കേൾക്കുകയും പറയുകയും ഒക്കെ ചെയ്തത്. അതെ, അങ്ങനെ അത്തരം സമ്മിശ്ര പ്രതികരണങ്ങൾ എത്തുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. പല വിധത്തിൽ വോട്ടർമാർ അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. രാഷ്ട്രീയ വിവാദങ്ങളൊക്കെയും വോട്ടർമാർ കാണുകയുണ്ടായി. കഴിഞ്ഞ നാളുകളിൽ ജനകീയ വിഷയങ്ങൾ ഉയർത്തിയുള്ള ചർച്ചകൾ കാണുകയുണ്ടായി. ഇതിലൊക്കെ അവരൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ആ തീരുമാനത്തിലേക്ക് അവർ പോവുകയാണ്. ഏതായാലും നീണ്ട നിര ബൂത്തുകളിലൊക്കെയും കാണാമെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയം. 184 ബൂത്തുകളാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ, പാലക്കാട് മണ്ഡലത്തിലുള്ളത്. 184 ബൂത്തുകളാണുള്ളത്. അതിൽ 7 ബൂത്തുകളാണ് പ്രശ്നബാധിത ബൂത്തുകളായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയിട്ടുള്ളത്. ആ ബൂത്തുകളിലൊക്കെയും അധിക സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ബൂത്തുകളിലും കുടിവെള്ളം അടക്കമുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വോട്ടർമാർക്ക് കുടിവെള്ളം അടക്കമുള്ള ക്രമീകരണങ്ങളും ശുചിമുറി അടക്കമുള്ള ക്രമീകരണങ്ങളൊക്കെയും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്നത് തന്നെ ആണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ നമ്മൾ ഉള്ളത് ഈ 93, 94 ബൂത്തിലാണ്. അവിടുത്തെ വലിയ തിരക്കാണ്. നമുക്ക് 2 ബൂത്തുകളിലെ നീണ്ട നിരയാണ് നമുക്ക് കാണാൻ കഴിയുക. സ്ത്രീകളായിട്ടുള്ള ആളുകളുണ്ട്, സ്ത്രീകളടക്കമുള്ള ആളുകൾ രാവിലെ ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം, ഈ രാവിലത്തെ മണിക്കൂറുകൾ എന്തുകൊണ്ട് നേരത്തെ വന്ന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു? ഇല്ല, ഞങ്ങൾ വീട്ടിലേക്ക് പോകണം. വീട്ടിലേക്ക് പോകാനുണ്ട്.
യാത്രയിലാണ്. യാത്രയ്ക്ക് പോകുന്നവരൊക്കെ ഉണ്ട്. അമ്മച്ചി എന്താ നേരത്തെ പോകുന്നത്? നേരത്തെ വരണം, ഒത്തിരി പണി വെയിലെല്ലാത്തിനും ജോലിക്കും പോകണം. ജോലിക്ക് പോകണം. വെയിൽ കൊള്ളാൻ വയ്യ അല്ലേ? അത് പ്രശ്നമാണ്. പാലക്കാടൻ ചൂട് ഇതിൽ കട്ടിയാണ്. അതുകൊണ്ടാണ് പാലക്കാട് ചൂട് കൊണ്ടാണോ നേരത്തെ പോകുന്നത്? ഇന്നലത്തെ തന്നെ എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ആവേശമൊക്കെ? എങ്ങനെയുണ്ട്? നല്ലതാണ്. എങ്ങനെയുണ്ട് ട്രെൻഡൊക്കെ? എങ്ങനെയുണ്ട്? നല്ലതാണ്. എങ്ങനെ പോകുന്നു ആവേശം? ഓ ഗംഭീരല്ലേ, കണ്ടറിയില്ലേ? കാഴ്ച തന്നെ മനസ്സിലാവും. ഓ അതെ. സ്ത്രീകളായിട്ടുള്ള വോട്ടർമാരടക്കം ഈ നീണ്ട നിരയിലുള്ള ഈ ക്യൂവിലുണ്ട്. വലിയ ആവേശമാണ് അവർക്കിടയിൽ ഉള്ളത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയം. കാഴ്ചകളിൽ തന്നെ കാണാവുന്നത് പോലെ പലയിടങ്ങളിലും ഈ ബൂത്തുകളിലെല്ലാം അങ്ങനെ അത്തരത്തിലുള്ള ആൾത്തിരക്ക്, വോട്ടർമാരുടെ തിരക്ക് ഉണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞു. ഷാഫി പറമ്പിൽ വോട്ട് ചെയ്ത ശേഷം പ്രതികരണം നടത്തി. വലിയ ശുഭപ്രതീക്ഷയുണ്ട് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. അല്പം മുമ്പാണ് ഇരുവരും, ഷാഫി പറമ്പിലും അതോടൊപ്പം തന്നെ രാഹുൽ മങ്കുട്ടത്തിലും ഈ ബൂത്തിൽ എത്തിച്ചേർന്നത്. മറ്റൊരു ഇതിന് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ രാവിലെ പി സരിൻ LDF സ്ഥാനാർത്ഥി എത്തിയിരുന്നു. BJP സ്ഥാനാർത്ഥിയും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹവും മാധ്യമങ്ങളൊക്കെ കണ്ടിരുന്നു. വലിയ പ്രതീക്ഷ മൂന്ന് മുന്നണികളും വെച്ച് പുലർത്തുന്നു. വലിയ വിവാദങ്ങൾക്കും ഒക്കെ വഴിവെച്ച ഒരു തെരഞ്ഞെടുപ്പ്. ഒരുപക്ഷേ ഇത്തരത്തിലുള്ള ആവേശമുള്ള ഒരു തെരഞ്ഞെടുപ്പ് കേരള ചരിത്രത്തിൽ ഉണ്ടാകാൻ സാധ്യത കുറവാണ് എന്നുള്ളതാണ് എല്ലാവരും വിലയിരുത്തുന്നത്. രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ അത്തരം വിലയിരുത്തലുണ്ടായിരുന്നു. വിവിധ വിഷയങ്ങൾ ചർച്ചയായി, വിവിധ ചേരിമാറ്റങ്ങൾ ചർച്ചയായി, വിവിധ സംഭവങ്ങൾ ചർച്ചയായി. ഒക്കെ വലിയ സസ്പെൻസുകളുണ്ടായിരുന്നു, ട്വിസ്റ്റുകളുണ്ടായിരുന്നു, ടേണുകളുണ്ടായിരുന്നു. ഇത്തരം സംഭവങ്ങളൊക്കെയും നിറഞ്ഞ ഒരു പാലക്കാടൻ ഉപതെരഞ്ഞെടുപ്പ് എന്നതിൻ്റെ വിശേഷണം കൂടി ആ വിശേഷണത്തിനോട് ചേരുന്ന തരത്തിലാണ് ഇപ്പോൾ വോട്ടർമാർ ആദ്യ മണിക്കൂറുകളിൽ ക്രിയാത്മകമായി പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പോളിംഗ് ശതമാനം 6.34 എന്ന നിലയിലേക്ക് ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയം. ആദ്യ മണിക്കൂറിലാണ് ഇത്രത്തോളം പോളിംഗ് ഉയരുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയം. ആദ്യ മണിക്കൂർ പിന്നിട്ടപ്പോൾ 6.34 എന്ന നിലയിലേക്ക് പോളിംഗ് വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഏതായാലും വരുന്ന മണിക്കൂറുകളിലും വോട്ടർമാർ ഈ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് നമുക്ക് കരുതുന്നത്. മുന്നണികളൊക്കെയും അത്തരം പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നു.